അമ്മ ഉണർത്തുന്നില്ല. അമ്മ ഉണർന്ന് എന്നെ നോക്കി ചിരിച്ച പിന്നെ അമ്മയെ വിട്ടുപോവാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും മോളെ. എന്താ മോളെ നീ കാണിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? എന്തിനാ നീ അമ്മയുടെ കാല് തൊട്ട് കരയുന്നേ? ഗോപാല, എന്താ ഇതൊക്കെ? തങ്കം, കൃഷ്ണയ്ക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടി. അതിന്റെ അനുഗ്രഹം വാങ്ങിക്കുക അവള്. നേരാണോ മോളെ? അമ്മ ഉണർത്തണ്ടെന്ന് കരുതിയിട്ടാ. അതെന്തിനാ അങ്ങനെ കരുതിയേ? നിനക്ക് ജോലിക്കയറ്റം കിട്ടിയെന്ന് പറഞ്ഞാല് അമ്മയ്ക്കത് സന്തോഷമുള്ള കാര്യമല്ലേ മോളെ? വാ, ഇനി വാ. നീ എന്നോട് ചോദിച്ചില്ലേ കുറച്ചു ദിവസമായി അമ്മയെല്ലാം മറന്നതുപോലെയാണല്ലോന്ന്? മറന്നു, അത് തന്നെയാണ് സത്യം. അമ്മേ, എനിക്ക് കാര്യം എന്താന്ന് മനസ്സിലാകുന്നില്ല. സിദ്ധന് എന്തെങ്കിലും പ്രതീക്ഷകൾ തന്നോ, അതോ പൂജകൾ എന്തെങ്കിലും? അല്ല, എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നമ്മൾ തെരഞ്ഞെടുന്ന ആ പെൺകുട്ടി ഇപ്പൊ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവളുടെ പേര് കൃഷ്ണേന്നാ. എല്ലാം അറിഞ്ഞപ്പോ ഒരു ഞെട്ടലായിരുന്നു എനിക്ക്. ഇനി നീ അത് അറിയാതിരിക്കണ്ട. അതിശയമൊന്നല്ലാതെ എന്താ പറയാ. പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇത്രയും ഭക്തരെല്ലാം വന്ന് പ്രാർത്ഥിച്ചിട്ടും പ്രത്യക്ഷപ്പെടാതിരുന്ന നാഗദേവത ആ പെൺകുട്ടിയുടെ വരവോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നാഗങ്ങൾക്ക് ഏറെ പ്രീതിയുള്ള കുട്ടി തന്നെയാണ് അവൾ. മുത്തശ്ശി, ഗാതമോൾ എവിടെയുണ്ട്? ഗാഥ എവിടെ ഉണ്ട്? ഫോൺ കൊടുക്കണോ? വേണ്ട, ചോദിച്ചൊന്നേ ഉള്ളൂ. പെട്ടെന്ന് മുത്തശ്ശി അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അതൊന്നും കുഴപ്പമില്ല മോളെ. മോളെ ഗാഥയായിട്ടല്ലേ അവരെല്ലാം കാണുന്നത്. ഗാഥയും കൃഷ്ണയും രണ്ടുപേരാണെന്ന് അവർക്കറിയില്ലല്ലോ. നന്ദ, എത്രയോ എടുത്ത് നമ്മൾ അന്വേഷിച്ചു. എത്ര ദിവസം നമ്മൾ കാത്തിരുന്നു. പക്ഷേ നമ്മൾ പോലും അറിയാതെ അവള് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് നീ കണ്ടില്ലേ? ഇത് ദൈവനിയോഗമല്ലേ? ഇനിയും സംശയിക്കുന്നു നീ? ഗാഥയും കൃഷ്ണയും ഒരേ രൂപമാണ്. ഒരുപക്ഷെ സിത്താരയുമായോ സിത്താരയുടെ ഭർത്താവുമായോ കൃഷ്ണയ്ക്ക് രക്തബന്ധം ഉണ്ടായിരിക്കും, അല്ലേ അമ്മേ? ശാപം തന്ന പൂജാരിയുടെ കുടുംബത്തിൽ ഇരട്ടകളായി
ഒരേ രൂപത്തിൽ ജനിച്ച 2 പെൺകുട്ടികളിൽ ഒരാൾ. നാഗപ്രീതിയുടെ ഉച്ചസ്ഥായിയിലാണ് ആ കുട്ടിയുടെ ജാതകം. ഇരട്ട കുട്ടികളിൽ നാഗപ്രീതിയുള്ള ഒരാൾ. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് വരികയെന്ന് സിദ്ധം പറഞ്ഞിരുന്നു. ഇനി അറിയാനുള്ളത് കൃഷ്ണയും ഗാഥയും ഇരട്ടകളാണോന്നാ. അങ്ങനെയാണെങ്കിൽ എന്തിനൊരു കുട്ടിയെ സിത്താര ഇത്രയും കാലം മറച്ചുവെച്ചു? അതും അറിയണം. അമ്മേ, നവീന്റെ ജീവിതത്തിന് ആപത്തൊന്നുമില്ലാത്ത വിധത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ശാപമെല്ലാം മാറുന്ന രീതിയിൽ നവീൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും മകന്റെ ഭാര്യയായി വരുന്ന കുട്ടിയല്ലേ, അവളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. വേണം. കൃഷ്ണമോളുടെ ബന്ധുവായി ഇപ്പൊ നമുക്കറിയാവുന്നത് അന്ന് കൃഷ്ണയോട് സംസാരിച്ച ഗോപാലിനെ മാത്രമാണ്. നമ്മൾ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അയാളുടെ അടുത്തേക്ക് ഒരാളെ അയക്കാം. നല്ല കാര്യം. എങ്കിൽ നീ അതിനുള്ള മാർഗങ്ങൾ നോക്ക്.